പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഹലോ സുഹൃത്ത് നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 23 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. JD's കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. എന്നും നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ എല്ലാ ആഴ്ചയിലും ഈ ചോദ്യോത്തരങ്ങൾ, ഒരാഴ്ച വരുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ഫയൽ ആയിട്ട് ടെലിഗ്രാം ചാനലിൽ ഇടുന്നുമുണ്ട്. ആ ചോദ്യം ഉത്തരങ്ങൾ നമ്മൾ അത് റിവൈസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എപ്പോഴും അതൊരു സഹായമാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും വരുന്ന PDF ഫയലും ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് ജൂൺ 23 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഹിസ്റ്റോറിക് യോഗേന്ദ്ര ഇവന്റ് ഹാസ് ബ്രോക്കൺ റെക്കോർഡ്സ്, നായിഡു. ചരിത്ര പ്രസിദ്ധമായ യോഗേന്ദ്രമേള റെക്കോർഡുകൾ തകർത്തു നായിഡു. ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതായത് യോഗയായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു വലിയൊരു ആഘോഷമായിരുന്നു, വലിയൊരു മേളയായിരുന്നു യോഗേന്ദ്രമേള. ഇത് ആന്ധ്രാപ്രദേശിലായിരുന്നു. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 21 ലോകത്തിലെ ഏറ്റവും വലിയ യോഗ സമ്മേളനം എവിടെയായിരുന്നു? ഇപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. വിശാഖപട്ടണം. ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗാ ദിനമായിരുന്നു. ഇതോടനുബന്ധിച്ച് വിശാഖപട്ടണത്ത് ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകളാണ് യോഗ നടത്തിയിട്ടുള്ളത്, യോഗ ചെയ്തിട്ടുള്ളത് ഒരേ സമയത്ത് തന്നെ. ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൻ്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആണ്. 2025 ജൂൺ 21 വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ യോഗ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പ്രാവശ്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യോഗയുടെ ആ പരിപാടി ലീഡ് ചെയ്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ്. ഇവിടെയാണ് ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേരുകൾ യോഗയ്ക്കെത്തിയതും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളതും. ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ ഒരേ സമയത്ത് തന്നെ യോഗ ചെയ്യുന്നത്, അതും ഒരു സ്ഥലത്ത് തന്നെ യോഗ ചെയ്യുന്നതും. അത് 3 lakhs എബോവ് ആയിരുന്നു ആളുകളുടെ ആ ഒരു കൂട്ടായ്മ. അടുത്തൊരു കറണ്ട് അഫേഴ്സ് ആണ്: സ്വദേശാഭിമാനി അവാർഡ് അനൗൺസ്ഡ്. സ്വദേശാഭിമാനി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരള സർക്കാരിൻ്റെ ഒരു അവാർഡ് ആണ് സ്വദേശാഭിമാനി അവാർഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 21 പ്രഖ്യാപിച്ച 2023 സ്വദേശാഭിമാനി കേസരി അവാർഡ് നേടിയത് ആരാണ്? N. അശോകൻ. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു 2023 അതുപോലെ തന്നെ 2022-21 സ്വദേശാഭിമാനി കേസരി അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ N. അശോകൻ ആണ് 2023 സ്വദേശാഭിമാനി കേസരി അവാർഡ് നേടിയിട്ടുള്ളത്. അദ്ദേഹം മാതൃഭൂമി പത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് N. അശോകൻ. 2021-22 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി അവാർഡുകൾ യഥാക്രമം നേടിയത് ആരാണ്? KG പരമേശ്വരൻ നായർ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2023 അവാർഡ് നേടിയിട്ടുള്ളത് N. അശോകൻ ആണെങ്കിൽ 2021 അവാർഡ് നേടിയിട്ടുള്ളത് KG പരമേശ്വരൻ നായർ ആണ്. 2022 അവാർഡ് നേടിയിട്ടുള്ളത് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഈ അവാർഡുകൾ ഈ വരുന്ന ജൂൺ 26 വൈകിട്ട് 5:30 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 35 വർഷക്കാലം കേരള കൗമുദി ദിനപത്രത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് KG പരമേശ്വരൻ നായർ. അതുപോലെ ഏഴാച്ചേരി രാമചന്ദ്രൻ ആണെങ്കിൽ അദ്ദേഹം ദേശാഭിമാനി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏഴാച്ചേരി രാമചന്ദ്രൻ അദ്ദേഹം പ്രമുഖ കവിയും പത്രപ്രവർത്തകനുമാണ്. കേരള സർക്കാർ ഏത് മേഖലയിലാണ് സ്വദേശാഭിമാനി കേസരി അവാർഡുകൾ നൽകുന്നത്? മാധ്യമങ്ങൾക്കായുള്ള സംഭാവനകൾ. ഫോർ ദ കോൺട്രിബ്യൂഷൻ ടു ദ മീഡിയ, മാധ്യമങ്ങൾക്കുള്ള സംഭാവനയ്ക്കാണ് സ്വദേശാഭിമാനി കേസരി അവാർഡ് എല്ലാ വർഷവും നൽകി വരുന്നത്. ഈ ഒരു അവാർഡ് 2021, 22, 23 അവാർഡ് ആണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: നീരജ് ചോപ്ര വിൻസ് ഗോൾഡ് അറ്റ് പാരീസ് ഡയമണ്ട് ലീഗ് 2025. 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര സ്വർണം നേടി. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജർമ്മനിയുടെ ജൂലിയൻ വെബറിനെ മറികടന്ന് 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് തൻ്റെ ആദ്യത്തെ ഡയമണ്ട് ലീഗ് കിരീടം നേടിയത് ആരാണ്? നീരജ് ചോപ്ര. 2023 ഡയമണ്ട് ലീഗിൽ സ്വർണം കരസ്ഥമാക്കിയതിനു ശേഷം ഇപ്പോൾ 2 വർഷം ശേഷമാണ് നീരജ് ചോപ്ര വീണ്ടും സ്വർണം കരസ്ഥമാക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ ജർമ്മനിയുടെ ജൂലിയൻ വെബറിനെ മറികടന്നാണ്
നീരജ് ചോപ്ര ഈ സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2025 ജൂൺ 20 തൻ്റെ ആദ്യ ശ്രമത്തിൽ 88.16 മീറ്റർ എറിഞ്ഞ് നീരജ് ചോപ്ര ഏത് കായിക ഇനത്തിലാണ് വിജയം നേടിയത്? 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ വെച്ചാണ് ജൂൺ 20 88.16 മീറ്റർ എറിഞ്ഞുകൊണ്ട് നീരജ് ചോപ്ര ഈ ഒരു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നീരജ് ചോപ്രയുടെ ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഈ വർഷത്തെ 90 മീറ്റർ എബോയിലാണ്. 2025 ജൂൺ 20 നടന്ന 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ ഇന്ത്യൻ ജാവലിൻ സൂപ്പർ സ്റ്റാർ നീരജ് ചോപ്ര എത്ര ദൂരം എറിഞ്ഞു? 88.16 മീറ്റർ. തൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ 88.16 മീറ്റർ എറിഞ്ഞുകൊണ്ടാണ് നീരജ് ചോപ്ര ഈ ഒരു സ്വർണം കരസ്ഥമാക്കിയിട്ടുള്ളത്. നീരജ് ചോപ്രയുടെ ദ ബെസ്റ്റ് എബോ 90 ആയിരുന്നു ഈ വർഷം. ആദ്യമായിട്ടാണ് എബോ 90 മീറ്ററിലേക്ക് നീരജ് ചോപ്ര എത്തിയിട്ടുള്ളത്. 2025 ജൂൺ 20 നടന്ന 2025 പാരീസ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനം നേടിയത് ആരാണ്? ബ്രസീലിൻ്റെ ലൂയിസ് മൗറിഷ്യോ ഡാ സിൽവ. 86.62 മീറ്റർ. ബ്രസീലിലെ ലൂയിസ് മൗറിഷ്യോ ഡാ സിൽവ സിൽവർ കരസ്ഥമാക്കിയപ്പോൾ നീരജ് ചോപ്ര പാരീസ് ഡയമണ്ട് ലീഗിൽ സ്വർണം കരസ്ഥമാക്കി. നീരജ് ചോപ്രയുടെ ഡിസ്റ്റൻസ് ആയിരുന്നു 88.16. ലൂയിസ് മൗറിഷ്യോ ഡാ സിൽവയുടെ 86.62 മീറ്റർ ആണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദ ഇന്ത്യൻ നേവി ഈസ് ഓൾ സെറ്റ് ടു കമ്മീഷൻ ഇറ്റ്സ് ലേറ്റസ്റ്റ് സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റ്. ഇന്ത്യൻ നാവികസേന അതിൻ്റെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റ് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധക്കപ്പൽ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 1 ഇന്ത്യൻ നാവികസേന അതിൻ്റെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റ് എവിടെയാണ് കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത്? റഷ്യയിലെ കലിനിൻഗ്രാഡിൽ വെച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി റോൾ ഫ്രിഗേറ്റ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ മുൻനിര നീക്കുന്ന ഒരു കപ്പലാണ് ഫ്രിഗേറ്റ് എന്ന് പറയുന്ന കപ്പൽ. ഇന്ത്യൻ നേവിയുടെ മൾട്ടി റോൾ ഫ്രിഗേറ്റ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് റഷ്യയിൽ വെച്ച് ജൂലൈ 1 ജൂലൈ 1 റഷ്യയിലെ കലിനിൻഗ്രാഡിൽ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്ന ബ്രഹ്മോസ് സായുധ ഫ്രിഗേറ്റിൻ്റെ പേരെന്താണ്? തമാൽ. ജൂലൈ 1 ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ ഒരു കപ്പൽ, ഇതിൻ്റെ പേരാണ് തമാൽ എന്ന കപ്പലാണ് ഈ വരുന്ന ജൂലൈ 1 റഷ്യയിൽ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മോസ് എന്ന മിസൈൽ ഫയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പലാണ് തമാൽ എന്ന ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കപ്പൽ. ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫ്രിഗേറ്റായ തമാൽ ഇന്ത്യൻ നാവികസേനയുടെ ഏത് ക്ലാസ്സിലെ 2ാമത്തെ കപ്പലാണ്? തുഷീൽ എന്ന ക്ലാസ്സിലെ 2ാമത്തെ കപ്പലാണ്. റിലീസ് ഓഫ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2 ആൻഡ് ആഷോൻ കി ഉദാൻ ഖണ്ഡ് 2 എന്നിവയുടെ പ്രകാശനം. 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഒന്ന് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2, മറ്റൊന്ന് ആഷോൻ ക ഉഡാൻ ഖണ്ഡ് 2. ഈ 2 പുസ്തകങ്ങൾ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിങ്സ് ടു അവർ ഹോപ്പ് വോളിയം 2, ആഷോൻ കി ഉഡാൻ ഖണ്ഡ് 2 എന്നിവ ഏത് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പ്രസംഗങ്ങളുടെ ശേഖരമാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ സ്പീച്ച്. ആ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2, ആഷോൻ കി ഉഡാൻ ഖണ്ഡ് 2 എന്നീ 2 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2, ആഷോൻ കി ഉഡാൻ ഖണ്ഡ് 2 എന്നീ രാഷ്ട്രപതിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരം ജൂൺ 23 ആരാണ് പുറത്തിറക്കുക? രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് ഈ 2 പുസ്തകങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2, മറ്റൊന്ന് ആഷാൻ കി ഉഡാൻ ഖണ്ഡ് 2 എന്നീ 2 പുസ്തകങ്ങൾ. വിങ്സ് ടു അവർ ഹോപ്സ് ഖണ്ഡ് 2 എന്നത് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗമാണ്. അത് ഏതൊക്കെ തീയതികൾക്കിടയിലാണ് എടുത്തതും ഒരു പുസ്തകമായി സമാഹരിച്ചതും? ഓഗസ്റ്റ് 2023 മുതൽ ജൂലൈ 2024. ഒരു വർഷത്തിൽ, അതായത് 2023 ഓഗസ്റ്റ് മുതൽ 2024 ജൂലൈ വരെയുള്ള 51 സ്പീച്ച്. ഈ 51 സ്പീച്ച് ആണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ. ആ ഒരു സ്പീച്ച് ആണ് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2 എന്ന പേരിൽ പുസ്തകം പ്രകാശനം ചെയ്യാൻ പോകുന്നത്.
ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ഏത് വർഷമാണ്? 25 ജൂലൈ 2022. 2022 ജൂലൈ 25-ാം തീയതിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഓഗസ്റ്റ് 2023 മുതൽ ജൂലൈ 2024 വരെയുള്ള ആ ഒരു സ്പീച്ച്, 51 സ്പീച്ച് വിങ്സ് ടു അവർ ഹോപ്സ് വോളിയം 2 എന്ന പേരിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യസ് മായ രാജേശ്വരൻ ക്ലിഞ്ചസ് വുമൻസ് സിംഗിൾ ITF J200 ഗ്ലാഡ്ബക്ക് ടൈറ്റിൽ. ഇന്ത്യയുടെ മായ രാജേശ്വരൻ വനിതാ സിംഗിൾ ITF J200 ഗ്ലാഡ്ബക്ക് കിരീടം നേടി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജർമ്മനിയിൽ നടന്ന വനിതാ സിംഗിൾസ് ITF J200 ഗ്ലാഡ്ബക്ക് കിരീടം തമിഴ്നാട്ടിൽ നിന്നുള്ളയാൾ ആരാണ് നേടിയത്? മായ രാജേശ്വരൻ. 16 വയസ്സുള്ള മായ രാജേശ്വരൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശിയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ITF J200 ഗ്ലാഡ്ബക്ക് ടൈറ്റിൽ നേടുന്നത്. ജർമ്മനിയിൽ നിന്ന് മായ രാജേശ്വരൻ ടെന്നീസ് ആയി ബന്ധപ്പെട്ട ഒരു പ്ലെയർ ആണ്. 16 വയസ്സുള്ള വുമൻസ് ജൂനിയർ ടെന്നീസ് താരമാണ് മായ രാജേശ്വരൻ. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.